അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ പാലസിലോട്ട് പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാറായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ പാർക്കിംഗ് ഫീസ് 50 രൂപയാണ്. ടിക്കറ്റ് മുതിർന്നവർക്ക് 120 രൂപയാണ്. കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൗണ്ടറിൽ കൊടുത്തിട്ട് പോകണം. മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് മൈസൂർ പാലസ്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഓരോ രാജാക്കന്മാർ ഗിഫ്റ്റായി കൊടുത്തതാണ്. കർണാടകയിലെ ഫേമസ് ആണ് ചന്ദനമരം. ഇപ്പോൾ രാജാവ് വിചാരിച്ചു കാണും ഞാൻ ഉണ്ടാക്കുന്ന പാലസും ചന്ദനമരം കൊണ്ടായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കല്യാണ പരിപാടിയിൽ ഈ പാലസ് തീ പിടിച്ചിരുന്നു. പിന്നീട് പാലസ് ഈ കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. അന്ന് ഈ പാലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷത്തിന് മുകളിൽ പോയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനം എടുത്ത് പോകുന്ന ആരും വിചാരിക്കേണ്ട. കാരണം ഉള്ളിലും പുറത്തും നന്നായിട്ട് തന്നെ സെക്യൂരിറ്റി ഉണ്ട്. അന്നത്തെ കാലത്ത് ഏത് കോളേജിൽ പഠിച്ചിറങ്ങിയ എഞ്ചിനീയേഴ്സാണെന്ന് അറിയില്ല. അത്രയും നല്ല ഡിസൈനാണ് ഉള്ളിലുള്ളത്. പിന്നെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ടോട്ടൽ 26 പെയിൻറ്റിങ്സ് ആണുള്ളത്. അത് വരയ്ക്കാനായിട്ട് 1930 മുതൽ 1940 വരെ സമയമെടുക്കും. ഈ കാണുന്നത് ആനക്കൊമ്പാണ്. ഇതൊക്കെ വെറുതെ ഡിസൈനിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അന്ന് പിന്നെ അവർക്ക് കറങ്ങാൻ പോകുന്ന സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ കാട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പോയിട്ട് വരുമ്പോൾ ഇതേപോലെ കുറേ ആനക്കൊമ്പുമായിട്ടായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ആരും കാട്ടിലോട്ടൊന്നും പോകണ്ട, പിന്നെ വെളിച്ചം കാണൂല. ഇവിടെയാണ് രാജാവ് ഉലാത്തിക്കൊണ്ടിരുന്ന സ്ഥലം. എന്ത് പറഞ്ഞാൽ ഈ പാലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ ഓർക്കണം. ഇന്ന് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും അന്ന് അവർ ചെയ്തിരുന്നു. അപ്പോൾ പാലസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീക്കെൻഡ് ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല തിരക്കാണ്.